യെസ്, അയ്യപ്പ ഭക്ത സമ്മേളനത്തോടനുബന്ധിച്ച് ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകാതെ ദേവസ്വം മന്ത്രി VN വാസവൻ ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്താത്തതിൽ മന്ത്രിക്ക് ഉത്തരമില്ല. സ്വാഗത സംഘ രൂപീകരണം മാത്രമാണ് നടന്നത്. വിമർശനം ഉന്നയിച്ച സംഘടനകളെ ഇനിയും അറിയിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങൾ മിഥുൻ മുരളി പമ്പയിൽ നിന്ന് നൽകും. മിഥുൻ, ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത് മിഥുൻ മാത്രമാണ്. ജനം TVക്ക് മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ധാർമ്മികമായി അവകാശവുമുള്ളൂ. ഈ ചോദ്യങ്ങൾക്കൊന്നും മന്ത്രി മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. മന്ത്രിയിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. അത് പ്രധാനമായും ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ച ചോദ്യങ്ങളാണ്. അതിന് മന്ത്രിക്ക് കൃത്യമായ മറുപടി പറയാനില്ല. ഈ സംഘടനകളോട് മറുപടി പറയൂ എന്നാണ് ആവർത്തിച്ച് നമ്മൾ ചോദിച്ചത്. പക്ഷേ മന്ത്രി ഇതിനൊന്നും കൃത്യമായ മറുപടി പറയുന്നില്ല. പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോ വിമർശനങ്ങളും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അത് പ്രധാനമായും ഇത് സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുള്ള ഒരു പരിപാടിയാണെന്നുള്ള വിമർശനം, ഹൈന്ദവ സംഘടനകളുടെ വിമർശനം, ഒപ്പം ഈ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെ ഈ സമ്മേളനത്തിലേക്ക്, ഈ കൂടിയാലോചനകളിലേക്ക് ക്ഷണിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം, ഒപ്പം നേരത്തെ പലതവണ ഈ ഹൈന്ദവ സംഘടനകൾ സംസ്ഥാനത്തുടനീളം അയ്യപ്പ ഭക്ത സംഗമങ്ങൾ നടത്തിയപ്പോൾ സർക്കാർ എന്തുകൊണ്ട് അതിനോട് സഹകരിച്ചില്ല എന്നുള്ള ചോദ്യം, ഒപ്പം ഈ ബിന്ദു അമ്മണി അടക്കമുള്ള നേരത്തെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനത്തിനൊപ്പം സർക്കാരിനൊപ്പം നിന്ന ആളുകളെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടോ എന്നുള്ള ആ ചോദ്യം, ഇതിനൊന്നും കൃത്യമായി തന്നെ മന്ത്രിക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ്. ഹൈന്ദവ സംഘടനകളെ പ്രതിനിധികളെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല? വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും അടക്കമുള്ള നേതാക്കൾ, പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകൾ ജനം TVയോട് തന്നെയാണ് രാവിലെ പ്രതികരിച്ചത്. യാതൊരുവിധ അറിയിപ്പും തങ്ങൾക്ക് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ജനം TVയോട് അവർ പങ്കുവെച്ചതാണ്. ഈ ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ പറയുന്നത് ഇത് സ്വാഗത സംഗമ രൂപീകരണം മാത്രമാണല്ലോ നടന്നിരിക്കുന്നത്, അടുത്ത ഘട്ടത്തിൽ ഇങ്ങനെ വിമർശനം ഉന്നയിച്ച സംഘടനകളെ അറിയിക്കാം എന്നുള്ള ഒരു മറുപടിയാണ്, ഒഴുക്കൻ മറുപടിയാണ്, ഒഴിഞ്ഞു മാറുന്ന മറുപടിയാണ് മന്ത്രി VN വാസവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ മുതൽ തന്നെ ഇങ്ങനെയൊരു പരിപാടി ആലോചനയിൽ ഉണ്ടാകുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെ അറിയിക്കേണ്ടതാണ്, അവരുമായി കൂടിയാലോചനകൾ നടത്തേണ്ടതാണ്. സർക്കാരിന്റെ ഭാഗത്ത് നല്ല ഉദ്ദേശമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്തി ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അങ്ങനെയാണ് ഈ പരിപാടി മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇനി അറിയിക്കാം എന്ന് പറയുന്നു. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇനി അറിയിക്കാം, ഈ സ്വാഗത സംഗമ രൂപീകരണം മാത്രമല്ലേ നടന്നിട്ടുള്ളൂ, വിമർശിച്ചവരെ ഇനി അറിയിക്കാം, അവരെയും പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞ് ആ മറുപടി, ഒഴുക്കൻ മറുപടി അവിടെ നിർത്തുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം കുമ്മനം രാജശേഖരൻ BJP നേതാവ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു. സാമ്പത്തിക നേട്ടമാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് ചോദിക്കുന്നു. അപ്പോഴും മന്ത്രി മറുപടി പറയുന്നത് ഇതിൽ സാമ്പത്തിക നേട്ടം എന്നുള്ളത് ചിലരുടെ ദുരുദ്ദേശപരമായിട്ടുള്ള വിമർശനം മാത്രമാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കഴുകുന്നു. ഒപ്പം സ്പോൺസർമാരെ കണ്ടെത്തിയിട്ടുണ്ട്, കൃത്യമായി തന്നെ സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് മന്ത്രി മറുപടി നൽകുന്നു. ബിന്ദു അമ്മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ചോദ്യം ചോദിച്ചപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ്. ചോദ്യങ്ങൾക്ക് പിന്നിൽ ദുരുദ്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുകയാണ് മന്ത്രി ചെയ്യുന്നത്. എരിനാട്ടിലും അതുപോലെ ശ്രീലത്തോടിലും ഇതിൻ്റെ സ്വാഗത സഭ ഓഫീസുകൾ പ്രത്യേകമായി വേറെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രൂപത്തിലുള്ള ഒരു സംഘാടക സമിതിയാണ് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തന്നെ അവർ ആരംഭിക്കുകയാണ്. വിപുലവും വിശാലവുമായ രൂപത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഗത സംഘം രൂപീകരിക്കപ്പെട്ടുള്ളത്. അങ്ങനെ പൊതുവിൽ നമ്മളിപ്പോൾ ഒരു 1001 അംഗങ്ങളുള്ള സംഘാടക സമിതിയാണ് നമ്മളിപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. ആ നിലയിൽ ആ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവിടെ ഏതായിരുന്നാലും ഗവൺമെൻറ് ഈ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും വളരെ വ്യക്തമായി ഈ കാര്യം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ഇതിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നടക്കുക. അതിൽ ആർക്കൊക്കെ സഹകരിക്കാൻ താല്പര്യമുണ്ടോ അവരെല്ലാം സഹകരിപ്പിക്കുക. ആ കാര്യത്തിലൊന്നും സംശയം വേണ്ട. പമ്പയിൽ നടക്കാൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ സംഘടനകളും ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ജനം TV മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിനൊന്നും ഒരു തരത്തിലുമുള്ള മറുപടി നൽകാൻ ദേവസ്വം മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. പമ്പയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് മിഥുൻ മുരളി.